ഇന്നത്തെ എൻ്റെ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. അതെ, എല്ലാവരും ഒരുപാട് തവണ എൻ്റെ അടുത്ത് ചോദിച്ചു മടുത്തൊരു കാര്യമാണ് ഡേ ഇൻ മൈ ലൈഫ്. ഡെയിലി ചെയ്യണ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ എനിക്ക് സത്യത്തിൽ സമയം ഉണ്ടാവാറില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതിങ്ങനെ നീണ്ടു പോയത്. ഇതിപ്പോൾ ഒരു വീക്കെൻഡ് ഡേ ആയതുകൊണ്ട് ഞാൻ ചുമ്മാ ഷൂട്ട് ചെയ്ത് വെച്ചു എന്നേ ഉള്ളൂ. വീക്കെൻഡ്സിൽ പൊതുവേ ലേറ്റ് ആയിട്ടാട്ടോ ഞാൻ എണീക്കാറ്. അങ്ങനെ എണീച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റിനുള്ള തയ്യാറെടുപ്പാണ് ഈ കാണുന്നത്. ഇന്നത്തെ പാചകം ചെറുപയർ കറിയും പിന്നെ പുട്ടുമാണ് കേട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങൊക്കെ മുറിച്ചിട്ടിട്ടാണ് ചെറുപയർ കറി ഉണ്ടാക്കുക. എല്ലാവരും അങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക തോന്നുന്നു കേട്ടോ. എനിക്കറിയില്ല, ഞാൻ എന്തായാലും ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുക. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ വേഗം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. വിൻ്ററിൽ രാവിലെ പുറത്ത് പോകുന്നത് തന്നെയാണ് നല്ലത്. അതാകുമ്പോൾ ചെറിയ വെയിലൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കും. ഈവനിങ് ആകുമ്പോഴത്തേക്കും മൊത്തത്തിലൊരു ഫോഗുമയാണ്. അങ്ങനെ നമ്മൾ ശ്രീനഗർ മാർക്കറ്റിലെത്തി. ഇവിടെ മൊത്തം പട്ടം വിൽക്കുന്നത് കണ്ടില്ലേ? ഇത് മകരസംക്രാന്തിൻ്റെ അന്നത്തെ ഇവിടുത്തെ ഒരു ഫെസ്റ്റിവലാണ് കേട്ടോ. എല്ലാ കുട്ടികളും ചേർന്ന് പട്ടമൊക്കെ പറത്തും. അങ്ങനെ അതൊക്കെ കണ്ട് പിന്നെ നമ്മൾ ഒരു കടയിൽ കയറി കുറച്ച് ബാംഗിൾസൊക്കെ വാങ്ങി. മാർക്കറ്റിൽ വന്നാൽ ഞാൻ എപ്പോഴും ബാംഗിൾസ് വാങ്ങും കേട്ടോ. എനിക്കതിൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. ഈ ഫ്രൂട്ടിൻ്റെ പേര് കീനു എന്നാട്ടോ. നമ്മുടെ ഓറഞ്ച് പോലെ ഉണ്ടാവുക. ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജിലാണ് കീനു എന്ന് പറയുന്നത്. അതിൻ്റെ പേര് കേട്ടപ്പോൾ എൻ്റെ പേരിനെ കളിയാക്കി വിളിക്കണ പോലെയാട്ടോ തോന്നിയത്. അങ്ങനെ നമ്മൾ ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല. ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് മാർക്കറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ്, എനിക്ക് ഇതുപോലെയുള്ള പ്ലാസ്റ്റിക് ഫ്ലവേഴ്സൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഡെക്കറേറ്റീവ് ഐറ്റംസ്. അപ്പം ഞാൻ എപ്പോഴും പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിക്കാറുണ്ട്. അങ്ങനെ അവിടുന്ന് 2-3 സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ലഞ്ചിൻ്റെ ടൈമായി. ശ്രീനഗറിൽ നമുക്ക് പ്രത്യേകിച്ച് കഴിക്കാനായി വലിയ ഹോട്ടലോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാം കുഞ്ഞു സെറ്റപ്പാണ്. പക്ഷെ അതിൽ തമ്മിൽ ഭേദം തൊമ്മെന്ന് പറയണ പോലെ ഒന്നാണ് ഈ ഒരു കഫേ പോലത്തെ പിസാസ്റ്റർ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. നമ്മളിവിടെയാണ് മിക്കപ്പോഴും വരിക. അപ്പം നമ്മൾ ലൈറ്റായിട്ട് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കോഫിയും പിന്നെ എഗ് റോളൊക്കെ മേടിച്ചു. എഗ് റോളൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ നോൺ വെജ് കിട്ടുന്നത് തന്നെ ഭാഗ്യമാണ്. അതൊക്കെ കഴിച്ച് നമ്മൾ പിന്നെ നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലെത്തിയപ്പോഴാണ് നല്ല തണുപ്പായിരുന്നു ഗ്രൗണ്ട് ഫ്ലോറിൽ. അപ്പം നമ്മൾ വിചാരിച്ചു ടെറസിൻ്റെ മുകളിൽ പോകാം. ഇതിവിടുത്തെ സ്ഥിരം കാഴ്ച കേട്ടോ. ഞങ്ങൾ മാത്രമല്ല, ഇവിടെയുള്ള എല്ലാവരുടെയും വിൻ്റർ ലൈഫ് ടെറസിൻ്റെ മുകളിൽ തന്നെയാണ്. എല്ലാവരും ഫുഡൊക്കെ എടുത്തിട്ട് ടെറസിൻ്റെ മുകളിൽ വന്നിട്ടാണ് കഴിക്കുക. ഞങ്ങളുടെ ലൈഫ് മൊത്തത്തിൽ ടെറസിൻ്റെ മുകളിൽ തന്നെയാണ് കേട്ടോ. ഇവിടെ ആകുമ്പം വെയിലൊക്കെ കൊണ്ട് അടിപൊളിയായിട്ട് പ്രകൃതിയൊക്കെ കണ്ടിരിക്കുക. അങ്ങനെ വെയിൽ പോയപ്പോഴാട്ടോ ഞങ്ങൾ പിന്നെ താഴോട്ട് ഇറങ്ങിയത്. അങ്ങനെ രാത്രിയൊക്കെ ആയപ്പോൾ ലഞ്ചൊക്കെ തട്ടിക്കൂട്ടി. നമ്മൾ ബിരിയാണി ആയിരുന്നു കേട്ടോ വെച്ചിട്ടുണ്ടായത്. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് തട്ടി. പിന്നെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. നമ്മളെ കീനു ആണേ ഇത്. ഫ്ലവേഴ്സിൽ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ ദിവസം. അപ്പോൾ എല്ലാവർക്കും ബൈ.